സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ശബരിമലയിൽ അപകടകരമായ രീതിയിൽ ഭക്തജന തിരക്ക്. സന്നിധാനത്ത് അനിയന്ത്രിത തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗുരുതര സാഹചര്യമാണ്. 18-ാം പടിക്ക് താഴെ ബാരിക്കേഡുകൾ ചാടിക്കടക്കുകയാണ് ഭക്തർ. പോലീസിന്റെ നിയന്ത്രണം പാളിയതും കേന്ദ്രസേന ഇതുവരെയും എത്താത്തതും തിരിച്ചടിയായി. ദർശനം കിട്ടാതെ ഭക്തർ മടങ്ങിയെന്നും വിവരമുണ്ട്. പന്തളത്തെത്തി നെയ്യഭിഷേകം നടത്തിയാണ് പലരും മടങ്ങിയത്. അതിനിടെ ഒരുക്കങ്ങൾ പാളിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറയുന്നു. ഭക്തർ പലരും ക്യൂ നിൽക്കാതെ ദർശനത്തിനായി ചാടി വരികയാണെന്നും ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്പോട്ട് ബുക്കിങ്ങിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് സൂചന. ബി വിനോദ് ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. വിനോദ്, ഒരു അപകടകരമായൊരു സാഹചര്യം ഇപ്പോഴും അവിടെ ഉണ്ടോ? ഈ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം അവിടെ? നിയന്ത്രിതമായ ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. 18-ാം പടിക്ക് മുന്നിലെ ദൃശ്യമാണ്. ഇവിടെ വളരെ പണിപ്പെട്ടാണ് ഭക്തരെ പോലീസ് നിയന്ത്രിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ പലർക്കും ശ്വാസം കിട്ടാത്ത വലിയ ശ്വാസ തടസ്സം നേരിടുന്ന നിലയിലേക്ക് ആളുകൾ എത്തുന്ന നിലയുണ്ടായി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഇവിടുത്തെ ഒരു തിരക്കിന്റെ കാഴ്ച. ആ തരത്തിൽ വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു കുട്ടി തിരക്കിനിടയിൽപ്പെട്ട് 18-ാം പടി ചവിട്ടി മുകളിലേക്ക് എത്തിയ കാഴ്ചയാണ്. ഈ മുകളിലെത്തിയ ആളുകൾ ശ്വാസം കിട്ടാതെ വളരെയധികം അതിനിടയിൽ അവരുടെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ വലിയ ജനക്കൂട്ടമാണ്, അനിയന്ത്രിതമായി ജനക്കൂട്ടം എത്തുന്നു. ആ ഒരു കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നത്. ഇത് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഭയപ്പെടുത്തി എന്നാണ്, ഭയപ്പാടുണ്ടാകുന്നു എന്നാണ് ഈ ജനക്കൂട്ടം കാണുമ്പോൾ. അതിനർത്ഥം ഈ ജനങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതിന് വീഴ്ച പറ്റിയെന്നാണ്. ഇപ്പോൾ പോലീസ് ഒരു മനുഷ്യമതിൽ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ പോലീസുകാർ മാത്രമല്ല, നമുക്ക് കാണാം പോലീസിനോടൊപ്പം തന്നെ അയ്യപ്പന്മാർ കൂടി കൈകൾ കോർത്തുകൊണ്ട് പിറകിൽ നിൽക്കുന്ന ആളുകൾ മുന്നിലേക്ക് വരാതെ പോലീസും ഒരു കൂട്ടം അയ്യപ്പന്മാരും കൈകൾ കോർത്തുകൊണ്ടാണ് അവിടെ ഒരു മനുഷ്യമതിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ആ തരത്തിൽ പിറകിൽ നിന്ന് വലിയ തള്ളലുണ്ടാകുന്നു. ആ ഒരു സമ്മർദ്ദം ഇപ്പോഴും നമുക്ക് കാണാം. അവിടെ ബാരിക്കേഡിന് മുകളിലൂടെ അയ്യപ്പന്മാർ ഈ ആൾക്കൂട്ടത്തിനകത്തേക്ക് ചാടുന്ന ഒരു കാഴ്ച പോലീസ് അവിടെ ഉണ്ട്. പോലീസ് അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ്, അവിടെ ചില ഉദ്യോഗസ്ഥർ ഉള്ളപ്പോൾ തന്നെയാണ് ഈ അയ്യപ്പന്മാർ ഈ ബാരിക്കേഡിനുള്ളിലേക്ക് വീണ്ടും ചാടിയിറങ്ങുന്നത്. അവരെ അവിടെ തടയേണ്ട കാര്യമാണ്. ഈ ആൾക്കൂട്ടത്തിനിടയിലേക്കാണ് വീണ്ടും ആളുകൾ ചാടിയിറങ്ങുന്നത്. ഇത് വരിയിലൂടെ വരുന്നവരല്ല, വരിക്ക് പുറത്തുകൂടി വന്ന് ഇതിനകത്തേക്ക് ചാടിയിറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനപ്പുറത്തേക്ക് കമ്പിവേലിയുണ്ട്. ആ കമ്പിവേലിയുണ്ട്, തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. പിന്നെ നടപ്പന്തലിലും സമാനമായ സാഹചര്യം തന്നെയാണ്. 14 മണിക്കൂർ വരെ, 10 മുതൽ 12, 14 മണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ടി വരുന്നു എന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം കൊച്ചു കുട്ടികളൊക്കെ ശ്വാസം മുട്ടിയാണ് ഇതിന് മുകളിലേക്ക് കയറി വരുന്നത്. നമുക്ക് കാണാം ഈ കുഞ്ഞുങ്ങളുടെ ഒരു അവസ്ഥ. ശ്വാസം കിട്ടാതെ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവർ ഈ കുട്ടികളൊക്കെ തന്നെ കരയുന്ന ഒരു സാഹചര്യമാണ്. വലിയ ബുദ്ധിമുട്ടിയാണ് ആളുകൾ. അവരുടെ ഇത്രയധികം ബുദ്ധിമുട്ട് നമുക്ക് ആ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഈ ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുപോയ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ ഏറെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. നിരവധി കുഞ്ഞുങ്ങൾ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പലരും സന്നിധാനത്തേക്ക് 18-ാം പടി കടന്നെത്തുമ്പോൾ തളർന്ന് അവശനായി കിടക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലുള്ള ഒരു കൃത്യമായൊരു പ്ലാനിങ്ങിന്റെ അഭാവം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും പരിശോധിക്കേണ്ടതാണ്. ഈ ഒരു സാഹചര്യം ഒഴിവാക്കണം. പോലീസും അവിടുത്തെ അയ്യപ്പന്മാരും ചേർന്നിപ്പോൾ മനുഷ്യമതിൽ തീർക്കുന്നുണ്ട്. വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടെ പമ്പയിലേക്ക് ഭക്തരെ വിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് ദേവസ്വം ബോർഡ് കത്ത് നൽകിയിട്ടുണ്ട്. പമ്പയിൽ വലിയ ഭക്തജന കൂട്ടമുണ്ട്. 10-15 മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട സാഹചര്യം ആണ് നിലവിൽ ശബരിമലയിലുള്ളത്. എന്തായാലും എന്താണ് പുതിയൊരു ക്രമീകരണം എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകളിലേക്ക്. ഈ 2ാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത്, ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ്. ഇങ്ങനെ
ക്യൂവിലല്ലാതെ വന്നവർ. ഇതവർ ചന്ദ്രൻ റോഡ് വഴിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു. ക്യൂവിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ആളുകൾ ചാടുന്നത്. അവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ആ നിൽക്കുന്നവർ ഇനി കൂടുതൽ വരാതിരിക്കാനും നോക്കാനും ഈ നിൽക്കുന്നവരെ പതുക്കെ 18-ാം പടി കയറാൻ അനുവദിക്കാനായിട്ട് ചാർജ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരും. ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഇവിടെ ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു. അതെന്തുകൊണ്ട് ഫോം ചെയ്തു? ഇനി അത് വരാൻ പാടില്ല, നോക്കണം എന്തുകൊണ്ടാണെന്നുള്ളത്. 2, ഞാനിപ്പോൾ ശ്രീജിത്തിന് അദ്ദേഹത്തിന് ഞാനൊരു കത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തിനുണ്ട്, കുറച്ച് നേരമൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യും. 3, 4, 5 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വരാത്ത രീതിയിൽ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ സുഗമമായിട്ട് കയറിയാണ്. ദാറ്റ് മീൻസ് പമ്പയിലേക്കുള്ള എൻട്രി ആണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. അത് നിലയ്ക്കലിൽ നിർത്തണം. നിലയ്ക്കൽ ആളുകൾക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. നിലയ്ക്കലിൽ നിന്ന് പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സമയത്തിന് വലിയ കുഴപ്പമില്ലാതെ അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ആളുകൾ നിൽക്കും. രാത്രിയൊക്കെ 4, 5 മണിക്കൂർ നിന്നവരെ എനിക്കറിയാം. അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്താൽ നമുക്ക് നിയന്ത്രണാധീനമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരക്കൂട്ടം ടു ശരംകുത്തി ഉള്ള സ്ഥലത്ത് നമ്മൾ 20ഓളം ക്യൂ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്യൂ കോംപ്ലക്സുകളുടെ ഉദ്ദേശം നടപ്പിലായിട്ടില്ല. കാരണം അത് പോലീസിൻ്റെ കുറ്റമല്ല. എന്നോട് പറയുന്നത് ക്യൂ കോംപ്ലക്സിലേക്ക് ഭക്തജനങ്ങൾ കയറുന്നില്ല, അവരവിടെ ഇരുന്നാൽ അവരുടെ പ്രയോറിറ്റി പോകുന്നവർ വിചാരിക്കുന്നു. എന്തായാലും വലിയൊരു അപകടകരമായ സാഹചര്യം ശബരിമലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കുടിവെള്ള വിതരണത്തിന് പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം ശുചിമുറികൾ വൃത്തിയാക്കാൻ സംവിധാനമില്ല. ദേവസ്വം ജീവനക്കാർക്ക് മെസ്സ് സംവിധാനമില്ല. അങ്ങനെ ഒരു സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. വി വിനോദിലേക്ക്. വിനോദ്, നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ന്യൂസ് 18 സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തണം, 20,000 ആക്കണം. അതോടൊപ്പം ആളുകളെ ഈ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നതിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നൊക്കെ അദ്ദേഹം പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് എപ്പോൾ മുതൽ പ്രാവർത്തികമാക്കാൻ കഴിയും? കാരണം ജനങ്ങൾ, ഈ ഭക്തർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പോലീസ് ഏത് രീതിയിലാണ് ഇപ്പോൾ ഇടപെടുന്നത് ഈ വിഷയത്തിൽ? ഇവിടെ പാളിച്ചകൾ പലതരത്തിലാണ്. കാരണം ഈ വിവാദങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുന്നൊരുക്കങ്ങളെ ബാധിച്ചു എന്നത് നിസ്സംശയം പറയാം. പകല് പോലെ വ്യക്തമാണ്. കാരണം പല കാര്യങ്ങളുടെയും ഏകോപനം അത് കൃത്യമായി നടന്നിട്ടില്ല. കരാറുകൾ പോലും നൽകുന്നത് നട തുറന്ന ശേഷമാണ്. അതായത് 16-ാം തീയതിക്കാണ് ഇവിടെ ജീവനക്കാരുടെ മെസ്സിന്റെ പോലും കരാർ നൽകുന്നത്. 15-ന് വൈകിട്ട് നട തുറക്കുന്നു. ഈ ഒരു ഉദാഹരണം മാത്രം മതി ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇവർ മുന്നൊരുക്കങ്ങൾ നടത്തിയതെന്നത്. ഈ വിവാദങ്ങൾക്ക് പിറകെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കുകയോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കുകയോ ചെയ്തിട്ടില്ല. ഇനിയും 2 ദിവസം വേണ്ടിവരും. നീലിമല വഴിയുള്ള പാതയിൽ അവിടെ ഈ 20 വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും, അവിടെ ഈ റിഫ്രഷ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാണെങ്കിൽ ഇനിയും 2 ദിവസം വേണമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുന്നത്. അതായത് ഇപ്പോഴും അവിടെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. രാവിലെ മുതൽ നമ്മളോട് ഈ ഇവിടെ വരുന്ന ഭക്തർ പറയുന്ന ഒരു കാര്യം, കുടിവെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല എന്നതാണ്. ഈ വരുന്ന വഴിയിലൊന്നും തന്നെ കുടിവെള്ളമോ ഭക്ഷണമോ ഇല്ല. ഇപ്പോൾ ഈ വലിയ ഒരു അപകടകരമായ നിലയിലാണ് ഈ ആളുകൾ തിങ്ങിക്കയറുന്നത്. നമ്മൾ കണ്ടതാണ്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യം. ശ്വാസം കിട്ടാതെ അവർ തറയിൽ വീഴുന്ന സാഹചര്യം. ഈ 18-ാം പടി കയറി വരുമ്പോൾ അവരെല്ലാം നിലവിളിയോടെ നിൽക്കുന്ന ഒരു സാഹചര്യം ആണ്. ഈ പലരും കൂട്ടം തെറ്റിപ്പോകുന്നു. കുട്ടികൾ പലപ്പോഴും രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് മാറിപ്പോകുന്നു. അങ്ങനെ വലിയ ഒരു ആൾക്കൂട്ടമാകുന്നു. ഇവിടെ മാത്രമല്ല, പമ്പയിൽ ഇതാണ് സ്ഥിതി, നിലയ്ക്കൽ ഇതാണ് സ്ഥിതി. കയറി വരുന്നിടത്ത് മരക്കൂട്ടത്തും ശരംകുത്തിയിലും എല്ലാം തന്നെ ഇങ്ങനെ ആളുകൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നു. 5-6 മണിക്കൂർ വെള്ളം കിട്ടാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് പരിഹാരം ഉണ്ടാകേണ്ടത്. മാത്രമല്ല, കേന്ദ്ര സേനകൾ ഇതുവരെ ഇവിടെ എത്താത്ത